വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വൈറലായിട്ടുള്ള ഒരു അയല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായവരെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫുഡി ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ അയലക്കുട്ടനെയൊക്കെ വരഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ ഡിഷാണ് ഇതെന്ന് പറയാം. അങ്ങനെ തക്കാളിയൊക്കെ നമ്മൾ കുനുകുനാന്നരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി നന്നായിട്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉള്ളി ചതച്ചത്, നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് ഒന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അതൊന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ ഒരു ഇച്ചിരി ടൈം കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒരു കുറച്ച് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് കോരി അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഒന്ന് ഇട്ട് അതിനൊന്ന് കളർഫുള്ളാക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അത് ആ എണ്ണയിലും ആ ഒരു തക്കാളിയുടെയും ആ ഒരു ഉള്ളിയുടെയും എല്ലാ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് ചേർന്ന് അത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് വറ്റി വരുന്നവരെ വെക്കുക. അത് വറ്റി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മൾ പൊള്ളിച്ചെടുക്കുന്ന പോലെ ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് ആ എണ്ണയിൽ തന്നെ വെക്കണം കേട്ടോ. ഒന്ന് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് അതൊന്ന് മുരിച്ചെടുക്കണം. മുരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. കുറച്ച് തോരനും ചോറും മീൻകറിയും പപ്പടം ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.